ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത്തിയാൻമല ക്വാറിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ബിജെപി പ്രതിനിധികൾ. പൊട്ടിച്ചെടുത്ത കല്ലുകളടക്കം കയറ്റിക്കൊണ്ടുപോകുന്നതിനുള്ള അനുമതിയോടെയാണ് ഇത്തിയാൻമലയിൽ ക്വാറി പ്രവർത്തിച്ചു തുടങ്ങിയത്. വലിയ പരാതികൾ പ്രദേശത്തു നിന്ന് വരുന്നുണ്ടെന്നും സാധാരണക്കാരായ കൃഷി ഉപജീവനമാക്കിയ ജനങ്ങൾ താമസിക്കുന്ന ഭാഗമാണ് ഇവിടമെന്നും അനങ്ങൻമലയെ പോലെ ഇത്തിയാൻമലയെയും നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും മുൻ കൗൺസിലർ സജിത്ത് പറഞ്ഞു. നിലവിലെ 2 തവണ പാറകൾ പൊട്ടിയതായിട്ടാണ് അടുത്തുള്ള പരിസരവാസികൾ പറയുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഈ ക്വാറിയുടെ പ്രവർത്തനങ്ങൾ അവിടെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരിസരവാസികൾക്ക് വലിയൊരു പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. അതായത് വളരെ ഉച്ചത്തിലുള്ള സൗണ്ടിലാണ് അവിടെ എക്സ്പ്ലോസീവ് മരുന്നുകൾ വെച്ചുകൊണ്ട് പാറ പൊട്ടിക്കുന്നതെന്നും അതുപോലെ തന്നെ താഴെ ഈ കാണുന്ന പ്രദേശത്ത് മുഴുവൻ സാധാരണക്കാരായ ആളുകളുടെ കൃഷിഭൂമിയാണ്. അതിന് താഴെ തെങ്ങ്, കവുങ്ങ്, വാഴ, നെല്ല് തുടങ്ങി ഒട്ടനവധി ഉൽപാദനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് സൗത്ത് വന്നമണ്ണ പ്രദേശം. നമുക്കറിയാം വരോട് ക്വാറിയുടെ അവസ്ഥ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു മലയെയും നശിപ്പിക്കാനുള്ള പോക്കാണ് ഇതെന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 3 സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം വാങ്ങിയാണ് ക്വാറിക്ക് 8 മീറ്റർ വഴി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്നും ജനകീയ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കുമെന്നും സജിത്ത് പറഞ്ഞു. അതുപോലെ തന്നെ വീട്ടാമ്പാറ പ്രദേശത്തു കൂടെയാണ് ഈ പറയുന്ന ക്വാറിക്ക് വഴി യാഥാർത്ഥ്യമായത്. വീട്ടാമ്പാറ ഏകദേശം നമ്മുടെ വാടാനംകുറിശി സ്കൂളിന് മുന്നിലൂടെ പോകുന്ന ഇപ്പോൾ നിലവിലെ 38-ാം വാർഡിലൂടെ ഒരു 3 സ്വകാര്യ വ്യക്തികളുടെ വഴി കാശ് കൊടുത്ത് വാങ്ങി 8 മീറ്റർ വഴി ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ സ്കെച്ചും പ്ലാനും കൊടുത്തിട്ട് ഈ ക്വാറിയുടെ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള സ്വകാര്യ വ്യക്തികളായ 3 പേരാണ് ഈ ക്വാറി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് 8 മീറ്ററോളം വഴി അവരുടെ സ്ഥലത്ത് നിന്നും ഈ ക്വാറിക്ക് വേണ്ടി വിട്ടുകൊടുത്തത്. ഇനി തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് കൂടിയാലോചന നടത്താൻ ഈ വരുന്ന ജനുവരി 1-ാം തീയതി വൈകുന്നേരം ജനകീയ സമിതിയുടെ കൂട്ടായ്മയിൽ ഒരു യോഗം ചേരുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. യോഗം ചേർന്ന് മറ്റ് സമര പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഏത് രീതിയിൽ നടത്തണമെന്നും നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും ഉള്ള കാര്യങ്ങൾ കൂടിയാലോചിച്ച് ചെയ്യാനാണ് നിലവിലെ തീരുമാനം. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുമെന്ന് കൗൺസിലർ സരൂപ് പറഞ്ഞു. സൗത്ത് വനമണ്ണ പ്രദേശത്ത് കരിങ്കൽ ക്വാറി മാഫിയകളുടെ വിളയാട്ടമാണ് നടക്കുന്നത്. ജനാധിപത്യത്തിന് മുകളിൽ പണാധിപത്യം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ അവിടെ സംജാതമായിരിക്കുന്നത്. ക്വാറി മാഫിയയുടെ ധാർഷ്ട്യത്തിന് മുൻപിൽ ഒരു തരത്തിലും ഒരു മുട്ടുമടക്കൽ ഉണ്ടാവില്ല. വനമൺ പ്രദേശത്തെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും ഒപ്പമുണ്ടാകും. ക്വാറി മാഫിയയുടെ ധാർഷ്ട്യം ഒരു തരത്തിലും പനമണ്ണയിൽ വെച്ച് പൊറുപ്പിക്കില്ല. ക്വാറി അടച്ചു പൂട്ടുന്നത് വരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം.